പ്രിയമുള്ളവരെ നമസ്കാരം. 1985 മോഹൻലാലിനെയും രാധികയെയും റഹ്മാനെയും നാദിയ മൊയ്തുവിനെയും വെച്ച് നിർമ്മിച്ച കൂടും തേടി എന്ന സിനിമയിലാണ് കോക്കേഴ്സ് ഫിലിംസിൻ്റെ തുടക്കം. രേവതിക്കൊരു പാവക്കുട്ടി, സന്മനസ്സുള്ളവർക്ക് സമാധാനം, പട്ടണപ്രവേശം, സമ്മർ ഇൻ ബത്ലഹേം, ദേവദൂതൻ, മഴവിൽ കാവടി, ഒരു മറവത്തൂർ കനവ് തുടങ്ങി ഒത്തിരി നല്ല സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ബാനറാണ് കോക്കേഴ്സ് ഫിലിംസ്. അവരുടെ പുതിയ സിനിമയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഇന്ദ്രജിത്ത് ഏറെ നാളുകൾക്ക് ശേഷം വരുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്. ലൂക്ക എന്ന സൂപ്പർ സിനിമയ്ക്ക് ശേഷം അരുൺ ബോസ് സംവിധാനം ചെയ്ത സിനിമയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യം, അതിജീവനം എന്നിവയെല്ലാം ചേർത്ത് ഒരു അവിയൽ സിനിമ. ലൂക്ക മനോഹരമായൊരു പ്രണയകഥയായിരുന്നു. മാരിവില്ലിൻ ഗോപുരങ്ങൾ പ്രണയാനന്തര ജീവിതത്തെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. ഒരു ക്ലീഷേ സംഭവമാണെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് ആസ്വാദനത്തിനുള്ള വക നൽകുന്നുണ്ട് ഈ സിനിമ. പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് നായകനും നായികയും. ഇന്ദ്രജിത്തും ശ്രുതി രാമേന്ദ്രനുമാണ് ഈ വേഷങ്ങളിലെത്തുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇവിടെയും വില്ലൻ. കരിയർ പച്ചപിടിക്കാതെ പോയതും ഇവരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. സിനിമ മോഹിയായ നായകനും ബിസിനസ് മോഹമുള്ള നായികയും. ഇടയ്ക്ക് വെച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് നായകൻ്റെ അനുജനും കാമുകയും എത്തുന്നു. പിന്നീട് ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. വിവാഹാനന്തരം കുട്ടികൾ വേണ്ടെന്ന് വെക്കുന്നതും വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിച്ച് കുട്ടികൾ ഉണ്ടാകുന്നതും വ്യക്തിപരമായ തീരുമാനങ്ങളാണെന്നൊക്കെ പറയുമെങ്കിലും അമാതിരി പരിപാടിയെ സമൂഹം എങ്ങനെ കാണുന്നുവെന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഒരേ സമയം കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിച്ച് കുട്ടികൾ ഉണ്ടാകുന്നതാണ് നല്ലതെന്നും അതേസമയം തന്നെ കല്യാണം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്നും, അതായത് ഈ ലിവിങ് ടുഗദർ പോലെ ജീവിക്കുന്നത് അതാണ് ശരിയെന്നും ഈ സിനിമയിൽ മാറി മാറി പറയുന്നുണ്ട്. അതൊരു കൺഫ്യൂഷനാണ്. സംവിധായകനും തിരക്കഥക്ക് തന്നെയും ആ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. സിനിമക്കുള്ളിലെ സിനിമയിൽ കഥകൾ പറയാൻ അവസരം നേടുന്ന നായകൻ ഒക്കെ മലയാള സിനിമയിൽ ഒത്തിരി വന്നു പോയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷവും നടികരും വരെ സിനിമക്കുള്ളിൽ അവസരം തേടി കഷ്ടപ്പെടുന്നവരുടെ കഥകളാണ്. സിനിമക്കുള്ളിലെ സിനിമകളെക്കുറിച്ച് ഞാൻ തന്നെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ദ്രജിത്തും വിൻസി അലോഷ്യസും നല്ല പ്രകടനം കൊണ്ട് പ്രേക്ഷകരെ രസിപ്പിക്കുന്നുണ്ട്. പക്ഷെ സിനിമയുടെ ഇഴച്ചിൽ ഈ രസചരട് പൊട്ടിക്കുന്നുണ്ട്. സിനിമയ്ക്ക് പിന്നിലുള്ള എല്ലാ വിഭാഗങ്ങളുടെയും ആകത്തുക ഇതുതന്നെയാണ്. പലതും പറയാൻ ആത്മാർത്ഥമായി ശ്രമിച്ച് പക്ഷെ ഒന്നും പറയാൻ പറ്റാതെ പോകുന്ന ഒരു ഇതിവൃത്തമാണ് മാരിവില്ലിൻ ഗോപുരങ്ങളുടേത്. വിദ്യാസാഗറിൻ്റെതാണ് മ്യൂസിക്, അത് എടുത്ത് പറയാതെ വയ്യ. ഇന്ദ്രജിത്ത് സുകുമാരൻ, ശ്രുതി രാമേന്ദ്രൻ, സർജാനോ ഖാലിദ്, വിൻസി അലോഷ്യസ്, ഇവരെ കൂടാതെ സായ്കുമാർ, ജോണി ആൻ്റണി, സലീം കുമാർ, ബിന്ദു പണിക്കർ എന്നിവരും തങ്ങളുടെ ഭാഗങ്ങൾ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കുടുംബസമേതമുള്ള പ്രേക്ഷകരെയാണ് സിനിമ ഉന്നം വയ്ക്കുന്നത്. ഒരു ഫീൽ ഗുഡ് മൂവിയുടെ ജോണറിലേക്ക് സിനിമ എത്തിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഇതിൻ്റെ സംവിധായകൻ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഞാൻ ഇനിയും വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.